മീനൊക്കെ കണ്ടോ നല്ലതേ അഞ്ഞു പോലെ വെന്തു. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് കുഞ്ഞായല ഇട്ടിട്ടുണ്ട്. കുഞ്ഞായലയും ചീരയുടെ തണ്ടും ഇതും കൊണ്ട് നല്ല ടേസ്റ്റിലൊരു കറിയാണ് ഇന്ന് നമ്മൾ ചെയ്ത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റുള്ള കറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഒരു ചട്ടി അങ്ങോട്ട് വെക്കുക. ഇതേപോലെ എളുപ്പം ചീരയുടെ തണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ, എത്ര വേണേലും എടുക്കാം. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേ രീതിയിലൊക്കെ ഒന്ന് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ചട്ടിക്കകത്തിട്ട് ഈ ചീരത്തണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പച്ചമാങ്ങ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആ മാങ്ങ ഇവിടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാനൊരു 3-4 പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നത് അതുകൂടെ ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ ഇട്ടു. 2 പഴുത്ത തക്കാളിയും കൂടെ അങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ഇഷ്ടം പോലെ കുഞ്ഞനായ കിട്ടുന്ന സമയമാണ് അല്ലേ? അപ്പം ചീരത്തണ്ടും ഇതേപോലെ കുഞ്ഞനായലൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്യാവുന്നതുണ്ട്. കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ ഒന്ന് മുറിച്ചങ്ങോട്ട് ഇടുക. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്തിരി കളറിനൊക്കെയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കാര്യം ഇതൊന്ന് വേകണം. അതിനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാര്യം നിരന്ന് കിടക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്നാണെന്നറിയാം, ഇതിപ്പോൾ 2 ഐറ്റം കറിയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് മീനിട്ടും കറി വെക്കാം, മീൻ ഒഴിവാക്കിക്കൊണ്ടും കറി വെക്കാം. കാര്യം മീൻ കൂട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ രീതിയിൽ മീൻ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ കഷ്ണങ്ങൾ അരിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്താൽ മതി. ഏതായാലും അടുപ്പൊന്ന് കത്തിക്കട്ടെ. എന്നിട്ട് ഈ ചട്ടി അങ്ങോട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം. നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതുപോലുള്ള ഒരു ചാറ് അങ്ങോട്ട് എടുക്കുക. തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം നമുക്ക് ഇതിനൊരു അരപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയാണ് തേങ്ങാപ്പീര എടുക്കുന്നത്. നമുക്ക് ഈ തേങ്ങാപ്പീരയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടുക. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളകാണ്. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 5 കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കഷ്ണത്തിന് ആവശ്യമുള്ള തേങ്ങാപ്പീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് തേങ്ങാപ്പീരോടെ വേണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നിറച്ചിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട്. അപ്പോൾ ഇതിനുള്ള അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു പോകാം. അപ്പോൾ നല്ലപോലെ തിളയായിട്ടുണ്ട്. തിളയെന്ന് പറഞ്ഞാൽ ഇതൊന്ന് വേകണം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മാങ്ങയൊക്കെ കണ്ടോ ഒരുവിധമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ചേർത്തിരിക്കുന്ന അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കുഞ്ഞനായല എല്ലാം കൂടെ പറക്കി അങ്ങോട്ട് ഇടും. ഒന്ന് മുറിച്ചിടുകയോ പറഞ്ഞിടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, ചെറുതല്ലേ. ഇതേപോലെ 10 എണ്ണം നമുക്ക് ഇതിനകത്തോട്ട് പൊള്ളിക്കണം. അപ്പം മീനെല്ലാം ഒന്ന് പറക്കിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മീനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റോടായി തീ നല്ലപോലെ ഒന്ന് കൂട്ടിയാൽ വെച്ചേ. കാര്യം അതൊന്ന് വേകാനായിട്ടാണ്. ഇതുണ്ടോ നല്ലപോലെ ഒരു തിളം മേളിലോട്ട് വരുമ്പോഴത്തേക്ക് തുറന്നു നോക്കും. ഇപ്പം നല്ലപോലെ ഒരു തിളയായിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഒന്ന് കുറച്ചു ചെറിയ തീയിൽ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടി ഇടും. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തല്ലേ.
ഈ സമയത്ത് തന്നെ ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം അടച്ചു വെക്കാനായിട്ട്. ഇനി ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഒരു 3-4 മിനിറ്റ് ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഒന്ന് കറക്കി. കാര്യം ഇനി സ്പൂണോ തവിയുണ്ടൊക്കെ ഇട്ടാൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുഞ്ഞായിരയല്ലേ. ഇതേപോലെ ഒന്ന് കറക്കി. കാര്യം മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളത് കറക്കി ഒന്ന് എളുപ്പത്തിൽ വെച്ചിരിക്കുകയാണ്. 1-2 മിനിറ്റ് ഒന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചീരത്തണ്ടും കുഞ്ഞയലയും കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു അരക്ക റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് താത്ത് വെക്കുകയാണ് റെഡി ആയതിന് ശേഷം. ഇത് വിട്ടിരിക്കട്ടെ. ഒരു ചീരത്തിൻ്റെ അടുപ്പത്തിട്ട് വെക്കാം. നമുക്ക് താളിച്ചൊഴിക്കാനായിട്ടുള്ളതാണ്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം ഉലുവ മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അല്പം കറിവേപ്പിലയും കൂടെ കൊടുത്തില്ല. അടുപ്പം അങ്ങനെ നിർത്തിയിട്ട് നമുക്കിത് മീൻ കറിക്കകത്തോട്ട് ഒഴിക്കാം. സാധാരണ നമ്മൾ അലക്കറിയും അതുപോലെ തന്നെ മത്തിക്കറിയും ഒക്കെ വെക്കുമല്ലോ, ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ. പക്ഷേ ചീരയുടെ തണ്ട് കറിക്കകത്തിട്ട് കഴിച്ചിട്ടുണ്ട്. കാര്യം നല്ല ടേസ്റ്റാണ് കറിക്കകത്ത് ആ ചീരത്തണ്ടിട്ട് കറുപുറാന്ന് കഴിക്കാൻ. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്. അപ്പം അറിയാൻ പറ്റാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. ഏതായാലും ഇച്ചിരി ചോറിരിപ്പുണ്ട്, ഇച്ചിരി കറിയൊന്നും എടുക്കട്ടെ. നമ്മുടെ അയലക്കറി ഉണ്ടോ, മാങ്ങായും ചീരത്തണ്ടും. മീൻകറി കൂട്ടിയിട്ട് ഇത്തിരി ചോറുണ്ട എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ചീരത്തണ്ട് ഇങ്ങനെ മീൻ കറിക്കകത്ത് വെച്ച് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇഷ്ടം പോലെ കുഞ്ഞനായാലും ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായി. കുഞ്ഞനായാലേക്ക് പീര വറ്റിക്കാനും അതുപോലെ ഇതുപോലത്തെ കറിക്കൊക്കെ നല്ല, മുളക് കറിക്കൊക്കെ നല്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചികരമായ ഒരു കറി തന്നെ. മാങ്ങായി മീനൊക്കെ ഉണ്ടോ നല്ലതേ അഞ്ഞു പോലെ വെന്ത്. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞെല്ലാം പോവും. നല്ല ടേസ്റ്റായിട്ടുള്ള കറി തന്നെ കേട്ടോ. ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത പിള്ളേരൊക്കെ കാണും. ഇതേപോലെ ചീർത്താണ്ടും ഒക്കെ ഇട്ട് മാങ്ങായും വലിയ കാശ് മുടക്കൊന്നും ഇല്ല. നല്ല രുചികരമായ ഒരു കറി തന്നെ. ചോറിടാൻ ഇതൊക്കെ മതി പോരെ.